Hi friends, welcome to fezuskitchen. ഇത് നമുക്കൊരു കുമ്പളങ്ങ കറി റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം 200 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി കറി വെക്കാനായിട്ട് ഇതൊരു മൺചട്ടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കറിയൊക്കെ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. മുളകാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ അടപ്പൊരൽപ്പം തുറന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ കറി തിളച്ചാലും പുറത്തേക്കൊന്നും തിളച്ചു പോവാതെ കിട്ടും. പിന്നെ ഇതൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരൽപ്പം പുളി വേണം. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങളടുത്തുള്ള പുളിക്കനുസരിച്ച് പുളിയുടെ അളവിലും വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 6 ചെറിയുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട ശേഷം നമുക്കിത് അരച്ചെടുക്കാനായി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതിലെ പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായി ഒരല്പവും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി വീണ്ടും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പുളിയൊക്കെ ചേർത്ത ശേഷം വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിക്കാം. അരപ്പൊഴിച്ച ശേഷം നമുക്ക് കൂടുതൽ തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായി തിള വരുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്യണം. ഇപ്പോൾ പുളിയൊക്കെ ചേർത്ത ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായി തിളച്ച് വരട്ടെ. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, കൂടുതൽ തിളക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് വറവിട്ട് കൊടുക്കാം. അതിനായി നമുക്കൊരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നാടൻ കറികൾക്ക് നല്ലത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കലേക്കൊക്കെ ഉള്ളതാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ആ പുളിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.